വിശാലും ഞാനും 5 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് അലാം വെക്കും. വിശാലാണെങ്കിൽ ഒറ്റ അലാം മാത്രമേ വെക്കാറുള്ളൂ. ഞാനാണെങ്കിൽ 4:45, 5:00, 5:15, 5:30 അങ്ങനെ എൻ്റെ അലാമിൻ്റെ ടൈമിംഗ് പോയിക്കൊണ്ടിരിക്കും. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് മൾട്ടിപ്പിൾ ഫാൾ ബാക്ക് ഓപ്ഷൻ, പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവാറുള്ളൂ. ഇപ്പോഴും ഐ ഡോണ്ട് നോ എപ്പോഴാണ് എനിക്ക് ഒറ്റ അലാം വെച്ചിട്ട് രാവിലെ എണീക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഓൾ ദ മോർ ബെറ്റർ വിൽ ബി ഒരു അലാം ഇല്ലാതെ എനിക്ക് രാവിലെ എണീക്കണം എന്നൊരു ശരിക്കൊരു ഡ്രീമാണ്. എന്നെ ഉറക്കത്തിൽ നിന്ന് ശരിക്കും ഉണർത്തുന്നത് ഈ ഫേസ് വാഷാണ്. ഇതിലില്ലേ നീം, തുളസി, രക്തചന്ദനം ഇതൊക്കെ ഉണ്ട്. മോർണിംഗിൽ തന്നെ ഇതിൻ്റെ ഫ്രഷ് സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ഫുൾ പോസിറ്റീവ് കിക്ക് സ്റ്റാർട്ടാണ്. രാത്രി ഞാൻ പ്രോപ്പർ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാവിലെ ഞാൻ സിമ്പിളായിട്ടാണ് ഫേസ് ക്ലീൻ ചെയ്യുന്നത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ മോയ്സ്ചറൈസറാണ് ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ. ആദ്യത്തെ ടാസ്ക് ലിറ്ററലി നോൺ നെഗോഷ്യബിൾ ടാസ്ക് ആണ് 1 ലിറ്റർ വെള്ളം കുടിക്കുക എന്നത്. വെള്ളം കുടിക്കാൻ മറവി എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എനിക്കായിരിക്കും. കാരണം എനിക്ക് ദാഹിക്കുക എന്ന ഫീലിംഗ് വളരെ റെയർലി ആണ് വരാറുള്ളത്. സോ ഫോഴ്സ്ഫുള്ളി ഐ മേക്ക് ഷുവർ ദാറ്റ് രാവിലെ എണീക്കുമ്പോൾ തന്നെ 1 ലിറ്റർ അകത്താക്കുക എന്നതാണ്. ഞാൻ റീസെൻ്റ്ലിയാണ് ഇംഗ്ലീഷ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിൽ നല്ല രീതിയിൽ എഡിറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് രാവിലത്തെ സമയം നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും നല്ല സമയമാണ്. സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത് ഞാൻ മണിക്കൂറോളം സ്ട്രെച്ച് ഞാൻ ഇരിക്കാറുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ മാക്സിമം ഒരു 30 മിനിറ്റ്. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവും. ബട്ട് ആ ഒരു 30 മിനിറ്റ് ഞാൻ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ക്ലാസ്സസ് എടുക്കുന്നത് സ്കിൽ ഷെയറിൽ നിന്നിട്ടാണ്. സ്കിൽ ഷെയർ ഒരു ഓൺലൈൻ ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. അവിടെ ഗാർഡനിങ്, DIY ഡെക്കോർ, കുക്കിംഗ്, എഡിറ്റിംഗ് എന്ന് പറയുന്ന 1000കണക്കിന് ക്ലാസ്സസ് ഉണ്ട്. ഈ ക്ലാസ്സസ് എടുക്കുന്നത് ഇൻഡസ്ട്രി ലീഡേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ആണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ പേരാണ് യൂട്യൂബ് സക്സസ് ബൈ മാർക്കസ് ബ്രൗൺലി. ഇവർ യൂട്യൂബ് വീഡിയോസ് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഷൂട്ടിംഗ് കോണ്ടന്റ് എങ്ങനെയാണ് ചെയ്യണത്, എഡിറ്റിംഗ് എങ്ങനെയാണ്, ഒരു ചാനൽ എങ്ങനെയാണ് ഗ്രോ ചെയ്യണത്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. സ്കിൽ ഷെയറിൽ ഇന്ത്യൻ ക്രിയേറ്റേഴ്സും ക്ലാസ് എടുക്കുന്നുണ്ട്. ലൈക്ക് അലീഷ്യ സൂസയുടെ ഇലസ്ട്രേഷൻ ക്ലാസ് ഉണ്ട്, എക്ത ചൗധരിൻ്റെ ഗാർഡനിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് എല്ലാം ആഡ് ഫ്രീ ആണ്. സോ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇൻറ്ററപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ, നിങ്ങൾക്ക് 1800 rupees ആനുവലി പേ ചെയ്താൽ ഫുൾ സ്കിൽ ഷെയർ ലൈബ്രറിക്ക് അൺലിമിറ്റഡ് ആക്സസ് കിട്ടും. അതിൻ്റെ അർത്ഥം 150 രൂപ പെർ മന്ത്. ലാസ്റ്റ് നൈറ്റ് എൻ്റെ പിസ്സ ഓർഡർ വരെ ഇതിനേക്കാളും കൂടുതലായിരുന്നു. സ്കിൽ ഷെയറിൻ്റെ കസ്റ്റമർ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആദ്യത്തെ 1000 വ്യൂവേഴ്സ് അത് പോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 1 മാസത്തെ ഫ്രീ ട്രയൽ കിട്ടും. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഗോ എക്സ്പ്ലോർ യുവർ ക്രിയേറ്റീവ് ജേർണി. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ. ആൻഡ് ദാറ്റ് ഈസ് ടു ഗെറ്റ് മൈ ഹാർട്ട് പമ്പിങ്. ഏറ്റവും വലിയ ശബ്ദം എന്താണെന്നറിയോ? അതാണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ശബ്ദം. ദാറ്റ് ഈസ് കോൾഡ് ഇന്നർ വോയിസ്. എക്സസൈസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് പറയട്ടെ. ഇത് മനസ്സിലാക്കാൻ എനിക്ക് ഏകദേശം ഒരു 5-6 വർഷം എടുത്തു. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് അമ്മ എന്നെ ഭരതനാട്യം ഡാൻസ് ക്ലാസ്സിന് ചേർത്തിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടിട്ട് എനിക്ക് ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് നല്ല ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു ഹിപ്പ് ഹോപ്പ് മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഡാൻസ് ട്യൂണൊക്കെ വരികയാണെങ്കിൽ ഞാൻ എനിക്ക് ഡാൻസ് കളിക്കാറുണ്ട്. ആൻഡ് മേ ബി ദാറ്റ് ഈസ് ദ റീസൺ ഐ ഗ്രാവിറ്റേറ്റ് മോർ ടുവേർഡ്സ് കാർഡിയോ എക്സസൈസ്. എൻ്റെ ഇന്നർ വോയിസ് പറയുന്നത് എനിക്ക് കാർഡിയോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഫാക്ടർ കിട്ടുന്നത്. ആൻഡ് ഇത് തന്നെയാണ് സീക്രട്ട്. ലിസൺ ടു യുവർ ഇന്നർ വോയിസ്. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്തിട്ടാണ് മൈൻഡിൽ ഹാപ്പിനെസ് കിട്ടുന്നത്, ആ വർക്കൗട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക എന്നതാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ.
ഇത് ഫുള്ളും ഹെഡ് ടു മാക്സ് ആണ്. എൻ്റെ പാൻറ്റ് ജോഗേഴ്സ് ആണ് ഫ്രം മാക്സ് ആൻഡ് ടീഷർട്ട് മെൻ സെക്ഷനിൽ നിന്നിട്ട് ലാർജ് സൈസ് ടീഷർട്ടാണ്. ഐ ലവ് മെൻസ് ടീഷർട്ട് കാരണം അത് വളരെ കംഫർട്ടബിൾ ആണ് ടു വെയർ അറ്റ് ഹോം. ആഫ്റ്റർ എംബ്രേസിങ് മിനിമലിസം എൻ്റെ ഗെറ്റിംഗ് റെഡി സ്റ്റെപ്സ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ലിപ് ബാം യൂസ് ചെയ്യും. അതൊരു ടിൻറ്റഡ് ലിപ് ബാം ആണ്, നിവിയയുടെ ആണിത്. ആൻഡ് ഡെഫിനറ്റ്ലി വിതൗട്ട് ഫർഗെറ്റിംഗ് ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബാത്ത് ആൻഡ് ബോഡി വർക്കിൻ്റെ അരോമ തെറാപ്പി റേഞ്ചാണ്. സൂപ്പർബ് ഫ്രേഗ്രൻസ് ആണ് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ. സോ ഡെഫിനറ്റ്ലി സെയിലുള്ള സമയത്തൊക്കെ നിങ്ങൾ പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക ബാത്ത് ആൻഡ് ബോഡി വർക്ക് ബ്രാൻഡ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ്ലി ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബട്ട് ബിഫോർ ദാറ്റ് പ്രേയിങ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഡേർട്ടി ആവുന്ന സ്പേസാണ് ഈ അഗർബത്തി ഇരിക്കുന്ന ഈ സ്റ്റാൻഡ് ഏരിയ. സോ ഈ ഒരു സ്റ്റാൻഡ് ഏരിയനെ ക്വിക്ക്ലി നമുക്കിത് ക്ലീൻ ചെയ്യാം. ഈ ഒരു ചെറിയ ഹാൻഡ് ഹെൽഡ് വാക്യൂം വളരെ കൺവീനിയൻ്റ് ആണ് ഇങ്ങനത്തെ സ്മോൾ സ്പേസസിന് വേണ്ടിയിട്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൊമോഗ്രാനറ്റ് വിത്ത് സ്വീറ്റ് കർഡ് ആൻഡ് ഇഡ്ലി ചട്നി. എനിക്ക് ഫ്രൂട്ട്സ് ഓക്കെ ആണ്, ബട്ട് അനിയൻ വന്നിട്ടുണ്ട് ആൻഡ് അവന് പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് ചുട്ട വറ്റൽ മുളക് കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നിയാണ്. സിമ്പിളാണ്. നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് എടുക്കണം, പിന്നെ 4-5 ചുട്ടിട്ടുള്ള വറ്റൽ മുളക് എടുക്കുക ആൻഡ് സോൾട്ട് ഇട്ടിട്ട് ഇതിന് നന്നായിട്ട് ചട്നി ആക്കുക. ലാസ്റ്റ് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാജിക് ബുള്ളറ്റ് നല്ലതാണോ എന്നത്. ഞാനിത് 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 400 വാട്ട്സിൻ്റെ സാധാ മിക്സറാണ്, ഹെവി ഡ്യൂട്ടി അല്ല. ജ്യൂസും ചട്നിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കൊള്ളാം. ഞാനിത് മെയിൻലി ചെറിയ സൈസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് ആൻഡ് ഇറ്റ് ഈസ് വെരി 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 ഈസി ടു ക്ലീൻ. ഇഡ്ലി ബാറ്റർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഗ്രൈൻഡ്സ് വെൽ. പക്ഷേ ചിലപ്പോഴൊക്കെ ഓവർ ഹീറ്റ് ആവാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഡ്ലി ബാറ്ററും ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ ഹെവി ഡ്യൂട്ടി മിക്സറിൻ്റെ കൂടെ നമുക്കിത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അവിടെ ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? കോമൻസിൽ അറിയിക്കുക. എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്. ഇത്രയും സമയം എൻ്റെ കൂടെ ചിലവഴിച്ചതിൽ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.